എൻ്റെ തിയേറ്റർ. തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപം സ്ഥിതി ചെയ്യുന്ന ധന്യാരമ്യ തിയേറ്റേഴ്സ് ആണ് എൻ്റെ ഓർമ്മയിലെ ആദ്യ തിയേറ്റർ. 1977 കണ്ടമത്ത് തിയേറ്റേഴ്സ് തിരുവനന്തപുരത്തിന് നൽകിയ തിലകക്കുറിയാണ് ശ്രീകാന്ത് കസ്തൂരി തിയേറ്റേഴ്സ്. തിരുവനന്തപുരത്തെ ആദ്യ AC ട്വിൻ തിയേറ്റേഴ്സ് ആയിരുന്നു ശ്രീകാന്ത് കസ്തൂരി. 1977 മെയ് 5 ഉദ്ഘാടനം ചെയ്ത ശ്രീകാന്തിൽ ആദ്യ പ്രദർശനത്തിന് എത്തിയത് പുരാതന റോമിലെ അടിമകളുടെ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ് സ്റ്റാൻലി കുബ്രിക് സംവിധാനം ചെയ്ത് സ്പാർട്ടക്കസ് എന്ന സിനിമയാണ്. കസ്തൂരി പഴയകാല നടനായ PK ബാലചന്ദ്രൻ ആദ്യമായി നിർമ്മിച്ച് സഖാക്കളെ മുന്നോട്ട് എന്ന ചലച്ചിത്രമാണ് ആദ്യ പ്രദർശനത്തിനെത്തിയത്. ഏകദേശം 2 വർഷത്തിനു ശേഷം ശ്രീകാന്ത് കസ്തൂരി അടച്ചുപൂട്ടുകയും 1980 അത് മുത്തൂറ്റിന് കൈമാറുകയും ചെയ്തു. പിന്നീട് ധന്യാരമ്യ എന്ന പേരിൽ തിരുവനന്തപുരത്തുകാർക്ക് പ്രിയപ്പെട്ട സിനിമാ തിയേറ്ററായി ഈ ട്വിൻ തിയേറ്റേഴ്സ്. ശ്രീകാന്ത് കസ്തൂരി പ്രദർശനം ആരംഭിച്ചപ്പോൾ ദേവി എന്ന പ്രൊജക്ടറായിരുന്നു. പിന്നീട് അത് DTSലേക്കും സാറ്റലൈറ്റ് പ്രൊജക്ഷനിലേക്കും 2013 ജനുവരിയോടുകൂടി 2K പ്രൊജക്ഷനിലേക്കും വഴിമാറി. പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും, ടച്ച് ചെയ്ത് ഓൺ ചെയ്ത് ഷോ ഇവിടെ ലൈറ്റ് ഇവിടെ വന്നു സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ ഷട്ടർ കൊടുക്കും. തൊട്ടിപ്പുറം ലെൻസ് വഴി മടിച്ചോളത്തിലേക്ക് പോകും. ലെൻസ് വഴി മടിച്ചോളത്തിൽ ഒസറമിൻ്റെ ലാമ്പ് വെച്ച് ഇവിടെ ലുക്ക് ചെയ്ത് ഇവിടെ അതിനകത്തൂടെ കറങ്ങി മടിച്ചോളത്തിൽ പോകും. സാറ്റലൈറ്റ് പ്രൊജക്ട് DP ഓൺ ചെയ്ത് സിനി ബ്ലാസ്റ്റ് ഓൺ ആവും. പക്ഷേ ചിലപ്പോൾ കട്ടാവും, അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യണം. മഴ ഇടിയാണെങ്കിൽ പിന്നെ നമ്മളോട് വിളിച്ച് ലൈസൻസ് വാങ്ങിക്കണം. പടത്തിന് ലൈസൻസ് വാങ്ങിച്ചെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഷോ നമുക്ക് പ്രിവ്യൂടാം, നമുക്ക് ചെക്ക് ചെയ്യാം പടം എല്ലാ ഫ്ലൈറ്റും കയറിയിട്ടുണ്ടോയെന്ന്. അത് ഓപ്പറേറ്റേഴ്സിന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഷോ കളിക്കാൻ പറ്റില്ല, അതിന് പുറത്തുള്ള കുറച്ച് ലെറ്റേഴ്സ് വേണം. 5-ാം വയസ്സിൽ അമ്മാവന്റെ കൈപിടിച്ച് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3D സിനിമ കാണാൻ വന്നപ്പോൾ തോന്നിയ അത്ഭുതമാണ് എൻ്റെ ആദ്യ സിനിമ എന്ന ഓർമ്മ. ആലിപ്പഴം പെറുക്കാൻ പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി